ശ്രീമതി ബിന്ദു കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ AK ആന്റണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ശക്തമായ വാചകങ്ങളാണ് ആന്റണിയുടെ ഭാഗത്തുണ്ടായത്. വലിച്ചു കയറി ചവറ്റുകുട്ടയിലിടണം ആ വിജ്ഞാപനമെന്ന്. അത്രയ്ക്കും കരുത്തുള്ള ഒരു പ്രതികരണമല്ല രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ കത്തി നിൽക്കുന്ന ഈ വിഷയത്തിൽ ആദ്യം പ്രതികരണം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിന്നീടാണ് തിങ്കളാഴ്ച കരിദിനം ആചരിക്കും എന്ന രീതിയിലുള്ള വാചകത്തിലേക്ക് വന്നത്. ഇങ്ങനെയാണോ ഈ വിഷയത്തെ കാണേണ്ടത്? ശ്രീ രമേശ് ചെന്നിത്തല രണ്ടാമത് പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവം പോയി എന്ന് തോന്നുന്നുവെങ്കിൽ ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അദ്ദേഹം നേരത്തെ തന്നെ വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിന് എതിരായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം ഈ വിഷയത്തിലേക്ക് കടന്നു വന്നേ ഉള്ളൂ. വളരെ ശക്തമായി തന്നെയാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കോൺഗ്രസും CPM-ഉം ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞ പ്രസ്താവനകളിലൂടെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന്റെ പ്രവർത്തകർ തെരുവിലിറങ്ങി ഇതിനെതിരെ അതിശക്തമായി നിലനിന്നതിലൂടെയും മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ അതിനിടയിൽ ഒരു വിള്ളലുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിമാറാനാണെങ്കിൽ അതിന് മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് ഞാൻ തീർച്ചയായും സംശയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കാലിച്ചന്തകളിൽ നിയമവിരുദ്ധമായ എന്തോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്ന് ശ്രീ MT രമേശ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നിരോധിക്കുന്നതെന്ന് പറയുമ്പോൾ ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ മാത്രം നിങ്ങൾ തടഞ്ഞാൽ പോരെ? എന്തിന് നിങ്ങൾ ഈ കാലികളെ കൈമാറ്റം ചെയ്യുന്നത് തടയുന്നത്? അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളല്ലേ, ഉടനെ അത് കേന്ദ്രം ഇടപെടുകയല്ലോ വേണ്ടത്. അതെ, തീർച്ചയായും കന്നുകാലികളുടെ വിപണനം സംസ്ഥാന വിഷയം മാത്രമാണ്. ഒരു കേന്ദ്ര സർക്കാരിനും അതിൽ ഇടപെടാനുള്ള അവകാശമില്ല. മറിച്ച് ഈ രാജ്യത്തെ മൃഗങ്ങളോട് ക്രൂരതയ്ക്കെതിരായുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറം വാതിലിലൂടെയാണ് ഹിന്ദുത്വ അജണ്ട ഈ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ സംഘപരിവാർ ശക്തികൾ നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നത്. അതിനെതിരായി അതിശക്തമായ നിലപാട് ഈ രാജ്യത്തെ ജനങ്ങൾ എടുക്കണം. പ്രശ്നമല്ല. കന്നുകാലി കച്ചവട കേന്ദ്രങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ക്രൂരതയല്ലേ മൃഗങ്ങളോട് ജല്ലിക്കെട്ടിൽ നടക്കുന്നത്? സ്മൃതി, ഞാൻ ആദ്യം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് എന്ന് ആവർത്തിച്ച് സ്മൃതി പറയുന്നത് കേട്ടു. എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാക്കുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിൽപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്യേണ്ടത് പറഞ്ഞത്? ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട മൃഗസംരക്ഷണം എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ സ്ലോട്ടർ ഹൗസുകൾ ഒന്നിനെ കൊല്ലുന്ന നിരോധനം. മറുപടി കേട്ട ശേഷം താങ്കളിലേക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞ ശേഷം താങ്കൾക്ക് തുടരാം. ശ്രീ രമേശ്, താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. രമേശ്, ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. പ്രിസർവേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സ്റ്റേറ്റാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ സർ. ഈ വിഷയം വരുന്നത്, ഈ സബ്ജക്റ്റ് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇത് സുപ്രീം കോടതി അതുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയത്തോട് വിശദീകരണം ചോദിച്ചത്. ഇല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. താങ്കൾ ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണല്ലോ, മൃഗങ്ങളോടുള്ള ക്രൂരത. അപ്പം മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന് പറയുമ്പോൾ ഈ കന്നുകാലി ചന്തയിൽ നടക്കുന്നതിനേക്കാൾ ക്രൂരത കുറവാണോ ജല്ലിക്കെട്ടിന്? അല്ല, ഞാൻ ഇത് പൂർത്തിയാക്കിയിട്ട് വരാം, നിങ്ങൾ ധൃതി കാണിക്കല്ല. രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തത കുറവൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, മൃഗങ്ങളോടുള്ള ക്രൂരത ജല്ലിക്കെട്ടിൻ്റെ സമീപത്തുമുണ്ട്. അതുകൊണ്ടാണല്ലോ അതിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതൊരു മതത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട്
മതത്തിന്റെ ആചാരം മറ്റുള്ളവരുടെ മതത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ദിവസം നിങ്ങൾ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഏത് മതത്തിന്റെ ആചാരമാണ് കന്നുകാലി ചന്തകളിൽ വിൽപ്പന? ഏത് മതത്തിന്റെ ആചാരമാണ്? ഞാൻ ഇപ്പൊ പിൻവലിക്കാം. നിങ്ങളുടെ വിജ്ഞാപനം വന്ന ദിവസം എത്രത്തോളം പ്രധാനമാണ് എന്ന് ശ്രീ കാരശ്ശേരിയും ശ്രീ കെ ടി ജലീലും ചൂണ്ടിക്കാണിച്ചിരുന്നു. റംസാൻ മാസം തുടങ്ങുമ്പോൾ റംസാൻ മാസം തുടങ്ങുന്ന ദിവസം ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്തിനായിരുന്നു? ഏത് മതത്തിന്റെ ആചാരം പറയണം? ഏത് മതത്തിന്റെ ആചാരം? അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി തെറ്റായ പ്രസ്താവന ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ന്യൂനപക്ഷത്തിന് തോന്നുന്നത് എം ടി രമേശ് ന്യൂനപക്ഷത്തിന്റെ വികാരമാണ്. ന്യൂനപക്ഷത്തിനെ മനസ്സിലാക്കാനാണ് നിങ്ങൾ കാര്യമില്ല. ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലാകുന്ന ബോധ്യമാകുന്ന എന്താണ് ഈ പറയുന്നത്? റംസാൻ വ്രതാരംഭം തുടങ്ങുന്നു. അല്ലല്ല, എനിക്കല്ല, എനിക്ക് എന്നെ മനസ്സിലാക്കി ഇന്ത്യയിൽ കന്നുകാലികളെ കൊല്ലുക എന്നുള്ളത് ഏതെങ്കിലും മതത്തിന്റെ ആചാരമാണോ? പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പിൻവലിക്കാം. എന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ മതി. റംസാൻ വ്രതാരംഭ ദിവസം ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്തിന്? സാധാരണ ഈ വിശേഷപ്പെട്ട ദിവസങ്ങൾ നോക്കിയാണോ വിജ്ഞാപനങ്ങൾ വരിക? അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ നേരത്തെ കെ ടി ജലീൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആ വാദത്തെ അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞു ഇത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമല്ല. കാരണം മാംസാഹാരം കഴിക്കുന്നവർ ഭൂരിപക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഞാനൊരു മാംസാഹാരിയാണ്, ഞാനൊരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഭൂരിപക്ഷം ന്യൂനപക്ഷമൊന്നും അതിനില്ല. മാംസാഹാരം കഴിക്കുന്നവർ എല്ലാ വിഭാഗമുണ്ട്. പക്ഷെ ഇതിനെ ഒരു ജെന്യുവിനായിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നോട്ടിഫിക്കേഷനെ അതെങ്ങനെയാണ് പിന്നീട് പരിശോധിക്കേണ്ട വിഷയമായി വരുന്നത്? രാജ്യത്തെ 75% വരുന്ന മാംസഭുക്കുകൾക്ക് ആവശ്യമായ മാംസം കിട്ടുന്ന കാര്യത്തിലാണ്. എന്താണ് ഈ വിജ്ഞാപനത്തിലുള്ള കാര്യമാണ്. താങ്കൾ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അത് ചോദിച്ചപ്പോൾ അതിനെ മറച്ചുവെക്കുന്ന മറ്റു വാദം പറഞ്ഞു. അല്ല, കന്നുകാലി ചന്തകൾ ഇത് വിൽക്കാൻ പാടില്ല. കന്നുകാലി ചന്തകൾ അതിനുള്ള കേന്ദ്രമല്ല. അറവുശാലകളിലേക്ക് എങ്ങനെ മാംസം എത്തുമെന്ന് താങ്കൾ പറയുന്നില്ലല്ലോ. അറവുശാലകളിലേക്ക് എങ്ങനെ കന്നുകാലികൾ എത്തിക്കുമെന്ന് താങ്കൾ പറയുന്നില്ലല്ലോ. വിൽക്കുവോ? അല്ലല്ല, പള്ളിക്കൂടത്തിൽ വെച്ച് കന്നുകാലി വിൽക്കുവോ? ആശുപത്രിയിൽ വെച്ച് കന്നുകാലി മൃഗം, ആ മൃഗത്തിന് ഇനി ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ അറവുശാലക്ക് കൊടുക്കോ? ഓരോന്നിനും ഓരോ കേന്ദ്രങ്ങളുണ്ട് സ്മൃതി, ഓരോന്നിനും ഓരോ കേന്ദ്രങ്ങളുണ്ട്. കന്നുകാലി ചന്തകൾ അറവുശാലകൾക്ക് കന്നുകാലികളെ കൊടുക്കാനുള്ള കേന്ദ്രമല്ല. മൃഗാശുപത്രികൾ മൃഗങ്ങളെ അറവുശാലക്ക് കൊടുക്കാനുള്ള കേന്ദ്രമല്ല. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ബാധ്യത. ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് മാംസം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നീട് പരിഹരിക്കാവുന്ന വിഷയമാണെന്ന് താങ്കൾ പറയുകയും താങ്കൾ മറ്റൊരു വിഷയം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതൊരുക്കുമല്ലോ മാംസാഹാരം പിന്നീട് വിഷയം പിന്നീട് വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താൻ ശ്രീ എം ടി രമേശ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ കെ ടി ജലീൽ, ഈ പ്രതിദിനം 200 മാടുകളെയും പന്നികളെയും ഒക്കെ കശാപ്പ് ചെയ്ത് മാംസ സംസ്കരണം നടത്താനുള്ള ഹൈടെക് സ്ലോട്ടർ ആൻഡ് മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് കൂത്താട്ടുകുളത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനി എങ്ങനെ പ്രവർത്തിക്കും ഈ പുതിയ വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ? ഞാൻ അതിനു മുൻപ് രമേശൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ജല്ലിക്കെട്ട് ഒരു മതവിഭാഗത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അത് അനുവദിച്ചത് എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ആ ആഘോഷത്തിൻ്റെ മുന്നിലുള്ള വാക്ക് തന്നെ ബലി എന്നാണ്. ഇബ്രാഹിം നബി തൻ്റെ മകൻ ഇസ്മായിലിനെ ദൈവമാർഗത്തിൽ ബലിയർപ്പിക്കുവാൻ സന്നദ്ധമായ ചരിത്രം അനുസ്മരിച്ചുകൊണ്ടാണ് ലോകത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തോടനുബന്ധിച്ച് നാൽക്കാലികളെ ബലിയെറുത്ത് അതിൻ്റെ ഇറച്ചി നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, നാനാജാതി സമുദായ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഒരു ആചാരം വളരെ കാലങ്ങളായി ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ തന്നെ ലോകത്തിൻ്റെ പല ദിക്കുകളിലും നിലനിന്ന് വരുന്നതാണ്. എന്തുകൊണ്ടാണ് ജല്ലിക്കെട്ടിനെ മതാചാരത്തിൻ്റെ ഭാഗമായി കാണാൻ രമേശിന് കഴിയുന്നതും
ബലിപെരുന്നാളിൻ്റെ സമയത്തുള്ള ബലികർമ്മത്തെ മതാചാരത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോകുന്നതും? രാജ്യസഭയിലെ പിന്തുണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ കെ ടി ജലീൽ. തീർച്ചയായും ഇത് BJP എന്തുദ്ദേശിച്ചാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നറിയില്ല. ഇത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിച്ചിലാണ്. അത് രമേശൻ മനസ്സിലാക്കണം. നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതമൈത്രി, സൗഹാർദ്ദം ഇതൊക്കെ തകരാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് നല്ല സ്ലോട്ടർ ഹൗസസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. എല്ലാ കോർപ്പറേഷൻ അതിർത്തികളിലും ലക്ഷക്കണക്കിന് 10-25 കോടി രൂപയെല്ലാം ചെലവാക്കിയാണ് വലിയ സ്ലോട്ടർ ഹൗസസ് ഏറ്റവും ആധുനികമായി നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ വരെ ഹാനികരമായി ബാധിക്കുന്നതാണ്. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെയും അറവുകാർക്കും ചെറുകിട കച്ചവടക്കാർക്കും നൽകാനുള്ള ഉറപ്പ് എന്താണ് ശ്രീ കെ ടി ജലീൽ? വരാം ശ്രീ കെ ടി ജലീൽ, നൽകാവുന്ന ഉറപ്പ് എന്താണ്? കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ ആശങ്ക അറിയിച്ചുകൊണ്ട്. അതിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് എന്ത് നിലപാടാണ്, അറിയിപ്പാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദിച്ചാണ് സർക്കാരിന്റെ മുന്നോട്ടുള്ള മറ്റു തീരുമാനങ്ങളെ സ്വാധീനിക്കുക. ഒറ്റ സെക്കൻഡ് ഞാൻ ജല്ലിക്കെട്ടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ആചാരമാണ് എന്ന് എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെറ്റി പറഞ്ഞത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആചാരമല്ല അവിടെ ജല്ലിക്കെട്ട്. എൻ്റെ പരിമിതമായ അറിവതാണ്. ഒരു നാടിൻ്റെ ആചാരമാണ്. പക്ഷേ അതിന് പോലും വ്യത്യസ്തമായ അഭിപ്രായം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട് അതിനെ സംബന്ധിച്ച്. അത് രണ്ടാമത്തെ കാര്യം. രണ്ടാമത് ബഹുമാനപ്പെട്ട മന്ത്രി മതമൈത്രിയെക്കുറിച്ച് പറഞ്ഞു. ഈ കാലിച്ചന്തകളിൽ വിൽക്കപ്പെടുന്ന കാലികൾ, ആ അറവുശാലയിലേക്ക് പോകുന്ന കാലികളുടെ ബലത്തിലാണ് ഈ രാജ്യത്തിന്റെ മതമൈത്രി എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഞാൻ മാംസം ഭക്ഷിക്കുന്നവരാണ്. ഇവിടെ ബാക്കി വരുന്ന 3% താല്പര്യമാകില്ല സംരക്ഷിക്കപ്പെടുക. അതിനായി കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും എല്ലാവരും കൈകോർക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ഭൂരിപക്ഷവും അതിലേക്ക് വരുമെന്ന് തന്നെ വേണം കരുതേണ്ടത്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. സൂപ്പർ പ്രൈം ടൈമിന്റെ സമയം അവസാനിക്കുന്നു.